വർഷം 2022 നവംബർ 18 രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള ഗോകുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. കോള് വിളിച്ചവർ പറഞ്ഞത് കേളബവാടി എന്ന് പറയുന്ന വനപ്രദേശത്ത് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കോൾ അറ്റൻഡ് ചെയ്ത പോലീസ് ഓഫീസർ പെട്ടെന്ന് പരിഭ്രാന്തനാവുകയാണ്. അങ്ങനെ പരിഭ്രാന്തനാവാൻ കാരണം എന്ന് പറയുന്നത് ഈ കേളബവാടി എന്ന് പറയുന്ന വനപ്രദേശം അല്പം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 2 മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയൊരു തീരാ തലവേദനയാണെന്നുള്ളത് ഈ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി. കുറച്ച് പോലീസുകാരോടി ഈ ഫോൺ കോൾ വന്ന ഉടൻ തന്നെ ആ കേളബവാടി വനപ്രദേശത്തേക്ക് പോവുകയാണ്. പോലീസുകാർ ആ വനപ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് നാട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരും തന്നെ മൂക്ക് പൊത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല എല്ലാവരുടെ മുഖത്തും ഒരു പ്രത്യേക ഭാവമാണ്. അപ്പോൾ പോലീസുകാർക്ക് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കിയില്ല. ആ മൃതദേഹങ്ങളുടെ അടുത്തെത്തിയ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ആ മൃതദേഹം കണ്ട ചില പോലീസുകാർ ഉടൻ തന്നെ മുഖം തിരിക്കുവാനും അത് മാത്രമല്ല ചിലർ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങിയാണ്. അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവരവിടെ കണ്ടത്. ഇന്ന് വരെയുള്ള ആ പോലീസുകാരുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്രയ്ക്ക് ഭയാനകമായ ഒരു കാഴ്ച അവർ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ആ കാഴ്ച എന്ന് പറയുന്നത് ഏതാണ്ട് 30 വയസ്സിനോട് അടുക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ദേഹത്തിൽ തുണികളൊന്നും തന്നെ ഇല്ലാതെ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. അത് മാത്രമല്ല ആ മൃതശരീരങ്ങളിൽ നിന്ന് തൊലിയെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്ടൊരു 3-4 ദിവസത്തെ പഴക്കമുണ്ട്. നല്ല രീതിയിൽ തന്നെ ദുർഗന്ധം വമിക്കുന്നുമുണ്ട്. കൂടാതെ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ജനനേന്ദ്രിയം അറ്റ നിലയിലും വളരെയധികം മുറിപ്പാടുകളും തലയിലും എല്ലാം തന്നെ പരിക്കൾ ഉള്ള രീതിക്കാണ് ആ മൃതദേഹം കാണപ്പെട്ടത്. ആരാണ് ഈ മരിച്ച 2 പേർ? ആരാണ് ഇത്ര ക്രൂരമായ രീതിക്ക് ഈ 2 പേരെയും കൊലപ്പെടുത്തിയത്? എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബി. 2022 നമ്മുടെ ഇന്ത്യയെ പിടിച്ചു കുടിക്കിയ ഒരു കേസ് തന്നെയായിരുന്നു. ഒരുപക്ഷെ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ മൃതദേഹങ്ങൾ വിശദമായി പരിശോധിച്ചതിലൂടെ പോലീസുകാർക്ക് വലിയ രീതിക്കുള്ള ആഘാതമാണ് ഉണ്ടാവുന്നത്. കാരണം 2 വ്യക്തികളോട് ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ രീതിക്ക് തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് എല്ലാം തയ്യാറായിക്കൊണ്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. ഒട്ടും വൈകാതെ തന്നെ പോലീസ് ഈ മരിച്ച 2 പേര് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. അവരങ്ങനെ സമീപ ദിവസങ്ങളിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ മിസ്സിംഗ് കേസുകളൊക്കെ പരിശോധിക്കുകയാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മരിച്ച 2 പേരെ കുറിച്ച് അവർക്ക് വിവരം കിട്ടുകയാണ്. അതിൻ്റെ മരിച്ച പുരുഷന്റെ പേര് രാഹുൽ മീണ എന്നും സ്ത്രീയുടെ പേര് സോനു കൻവർ എന്നുമാണ്. ഈ രാഹുൽ മീണ ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനാണ്. ഇവർ 2 പേരും തന്നെ വിവാഹിതരാണ്. പക്ഷെ പരസ്പരമല്ല, മറ്റ് 2 പേരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതിലൂടെ തന്നെ പോലീസിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. പോലീസുകാർ ഈ രാഹുലിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രാഹുലിന്റെ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം കുടുംബത്തിലുള്ളവരെ ധരിപ്പിച്ചിട്ട് സോനുവിനെ അറിയുമെന്ന് രാഹുലിന്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ രാഹുലിന്റെ ഭാര്യ പറഞ്ഞത് പോലീസുകാരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. രാഹുലും ഈ സോനുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അതിന്റെ പേരിൽ താനും ഭർത്താവുമായിട്ട് എപ്പോഴും വഴക്കുകളെല്ലാം ഉണ്ടാവാറുണ്ടെന്നും രാഹുലിന്റെ ഭാര്യ പോലീസിനെ അറിയിക്കുകയാണ്. ആദ്യമെല്ലാം പോലീസുകാർ കരുതിയിരുന്നത് ഒരുപക്ഷെ ഇതൊരു ദുരഭിമാന കൊലയായിരിക്കാം എന്നാണ്. എന്നാൽ ഏതാണ്ട് 50ഓളം CCTVകളും 200ഓളം വരുന്ന ആളുകളെയും ചോദ്യം ചെയ്തതിലൂടെ അവർക്ക് ഒരാളിൽ സംശയം തോന്നുകയാണ്. ആ ആളുടെ പേരെന്ന് പറയുന്നത് ബലേഷ് കുമാർ എന്നാണ്. ഈ ബലേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ തന്നെ സമീപ ഗ്രാമത്തിലുള്ള ഒരു പൂജാരിയാണ്. പൂജാരി എന്ന് പറയുമ്പോൾ ആ സമീപത്തുള്ള വീടുകളിലൊക്കെ ചെറിയ രീതിക്കുള്ള പൂജകളും തകിടൊക്കെ ജപിച്ചു കൊടുക്കുന്ന, അങ്ങനെ ആ ഒരു ഹിന്ദുക്കൾക്കിടയിൽ ഒരു ചെറിയ പൂജാരിയായിട്ട് ഒരു ജ്യോതിഷനായിട്ട് വിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് അയാളിവിടെ ഉണ്ട്. അയാളെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം നല്ല മതിപ്പുമാണ്. നവംബർ 15 സോനുവിന്റെ വീടിന്റെ അടുത്തും അതേ രീതിയിൽ തന്നെ ഇവർ മരിച്ചു കിടന്ന ആ വനത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള CCTVകളിലെല്ലാം തന്നെ ഇയാളും പതിഞ്ഞിരുന്നു. അതിനാൽ തന്നെയാണ് പോലീസിന് സംശയം തോന്നി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ വലിയ രീതിക്കുള്ള ജനരോഷമൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ജനരോഷം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബലേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ നാട്ടുകാർക്കെല്ലാം അത്ര പ്രിയമാണ്. അയാളിൽ നിന്ന് ചെറിയൊരു വീഴ്ച പോലും സംഭവിക്കുമെന്ന് ആ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റായിരുന്ന സമയത്താണ് 2 കൊലപാതക കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ ജനങ്ങളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി ബലേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോവുകയാണ്.
വ്യക്തമായി തന്നെ പോലീസ് ഈ ബലേഷ് കുമാറിനോട് ഇവർ മരണപ്പെട്ട സമയങ്ങളിലെല്ലാം ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളെല്ലാം ഹാജരാക്കിയപ്പോൾ വേറെ ഗത്യന്തരമില്ലാതെ ഇയാൾ സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. ആ സത്യങ്ങൾ നമ്മുടെയൊക്കെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന, ഒരു മനുഷ്യന് ഇത്ര ക്രൂരമായി ചിന്തിക്കാൻ പറ്റുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിക്കുള്ള പ്രവർത്തികളാണ് പിന്നീട് പുറം ലോകം അറിഞ്ഞത്. അയാളിൽ നിന്ന് അറിഞ്ഞ സത്യങ്ങളിലൂടെ പോലീസ് നമ്മളോട് പറയുന്ന കഥ ഇതാണ്. ബദാവി ഗുദയിലുള്ള ഇച്ഛപൂർണ ശ്രേഷ്ഠനാഥ് ബാബുജി ക്ഷേത്രത്തിന്റെ ദർശനത്തിന്റെ വേളയിലാണ് ഈ രാഹുൽ മീണയും അതേ രീതിയിൽ തന്നെ സോനയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. തുടരെ അവരവിടെ വെച്ച് കണ്ടുമുട്ടുന്നതിലൂടെ അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുകയാണ്. ആ സൗഹൃദം പിന്നീട് ചെറിയൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. അങ്ങനെ ഇവർ നല്ല രീതിക്ക് ഈ പ്രണയവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനു മുൻപ് തന്നെ ഈ രാഹുൽ തൻ്റെ ഭാര്യയുമായി അത്ര നല്ല രീതിയിലായിരുന്നില്ല ദാമ്പത്യ ജീവിതം നയിച്ചിരുന്നത്. പിന്നീട് ഈ രാഹുൽ സോനുവുമായി അടുത്തതിലൂടെ ഈ രാഹുലിൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ വീണ്ടും വലിയ രീതിക്ക് തന്നെ വഷളാവാൻ തുടങ്ങിയാണ്. രാഹുലിന്റെ കുടുംബവും അതേ രീതിക്ക് തന്നെ സോനയുടെ കുടുംബവും രണ്ടുപേരും ഈ ബലേഷ് കുമാറിന്റെ അടുത്ത് പോവാറുണ്ട്, പ്രശ്നപരിഹാരത്തിനൊക്കെ ആയിട്ട് പോവാറുണ്ട്. ഇതിനോടകം തന്നെ രാഹുലിന്റെയും സോനുവിന്റെയും അടുപ്പം ഈ ബലേഷ് കുമാർ മനസ്സിലാക്കിയിരുന്നു. ഒരു ദിവസം ഈ രാഹുലിന്റെ ഭാര്യ തനിക്കും തൻ്റെ ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നം എങ്ങനെയും പരിഹരിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബലേഷ് കുമാറിൻ്റെ ആശ്രമത്തിലെത്തുകയാണ്. അങ്ങനെ ആശ്രമത്തിലെത്തിയപ്പോൾ ഈ ബലേഷ് കുമാറിന് നേരത്തെ തന്നെ സുന്ദരിയായിട്ടുള്ള സോനുവിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ രാഹുലും സോനുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുലിൻ്റെ ഭാര്യയോട് പറയുകയാണ്. ഇതറിഞ്ഞ ഭാര്യ അന്ന് വൈകിട്ട് രാഹുലിനോട് വലിയ രീതിക്ക് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഒച്ചപ്പാടും ബഹളമെല്ലാം വലിയ രീതിയിലേക്ക് വഴിമാറുകയാണ്. അധികം വൈകാതെ തന്നെ രാഹുലും സോനുവും ഒരു സത്യം മനസ്സിലാക്കുകയാണ്. തങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുലിന്റെ ഭാര്യയോട് പറഞ്ഞത് ബലേഷ് കുമാർ ആണെന്ന് മനസ്സിലാക്കിയാണ്. ഇത് മനസ്സിലാക്കി അവര് ബലേഷ് കുമാറിന്റെ അടുത്ത് പോവുകയും ഇനി മേലാൽ തങ്ങളുടെ കാര്യത്തിൽ ബലേഷ് കുമാർ ഇടപെട്ടാൽ സോനുവിനോട് വളരെ മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും അത് മാത്രമല്ല നാട്ടുകാരുടെ മുമ്പിലെല്ലാം വലിയ രീതിക്ക് നാണം കെടുത്തുമെന്നും താക്കീത് ചെയ്യുകയാണ്. ഈ താക്കീത് കേട്ട ബലേഷ് കുമാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അത് മാത്രമല്ല അയാളുടെ ഉള്ളിലെ പിശാച് ആ നിമിഷം മുതൽ ഉണർന്ന് പ്രവർത്തിക്കാനും തുടങ്ങിയാണ്. കാരണം കഴിഞ്ഞ 8 വർഷമായിട്ട് ആ പ്രദേശത്തുള്ള എല്ലാവരും വളരെ ബഹുമാനത്തോട് നോക്കിക്കാണുന്ന തന്നെ ഇങ്ങനൊരു പ്രശ്നം പുറത്തറിഞ്ഞാൽ തനിക്ക് വലിയ രീതിക്കുള്ള നാണക്കേടുകൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ഇയാൾ ഇനി എന്ത് ചെയ്യാമെന്നുള്ളത് ഗാഢമായി തന്നെ ആലോചിക്കുകയാണ്. അങ്ങനെ ഗാഢമായിട്ട് ആലോചിച്ച് അയാൾ ഒരു വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ്. ആ പ്ലാൻ അനുസരിച്ച് അയാൾ രാഹുലിനോടും അതേ രീതിയിൽ തന്നെ സോനുവിനോടും ഒരു കാര്യം പറയുകയാണ്. താൻ പറയുന്ന രീതിക്ക് നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് പോലും നിങ്ങളെ വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ ഒന്നിപ്പിക്കാമെന്ന വാഗ്ദാനം സോനുവിനും രാഹുലിനും ഇയാൾ നൽകുകയാണ്. ഇതനുസരിച്ച് അയാൾ പറഞ്ഞത് തൻ്റെ കൺമുൻപിൽ വെച്ച് രണ്ടുപേരും ഫിസിക്കലായിട്ടുള്ള റിലേഷനിൽ ഏർപ്പെടണമെന്നും ആ സമയം നിങ്ങളുടെ ദേഹത്ത് തളിക്കാനും ഒപ്പം തന്നെ കുടിക്കാനും ഞാനൊരു ദ്രാവകം തരുമെന്നും അത് കുടിച്ച ശേഷം നിങ്ങൾ ഈ പ്രവൃത്തി തുടരുമ്പോൾ നിങ്ങൾക്ക് ഇന്നേ വരെ കിട്ടാത്ത വിധത്തിലുള്ള ഏറ്റവും ഗാഢമായ ഒരു സുഖം കിട്ടുമെന്നും അതിനുശേഷം ഈ ലോകത്ത് ആർക്കും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല എന്നും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകൻ ആയിരുന്നിട്ട് കൂടി ഈ രാഹുൽ ഇത്തരത്തിലൊരു മണ്ടത്തരത്തിൽ വീണു പോയി എന്നുള്ളത് ഇന്നും ഈ കേസിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ ആശ്ചര്യം തോന്നിയേക്കാം. ഇതിനോടകം തന്നെ ഗാഢമായ സ്നേഹത്തിലായ രാഹുലും സോനുവും താങ്കൾ ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കാത്തതിനാൽ തന്നെ ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ബലേഷ് കുമാർ പറഞ്ഞ ഒരു ഡേറ്റ് ആണ് നവംബർ 15-ാം തീയതി. അന്ന് വൈകിട്ടോടു കൂടി രണ്ടുപേരോടും ഈ കേളഭവാടി എന്ന് പറയുന്ന വനപ്രദേശത്തേക്ക് എത്താൻ ഇയാൾ പറയുകയാണ്. അങ്ങനെ ഏതാണ്ട് സമയം ഉച്ച കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വൈകിട്ടത്തോടു കൂടി രണ്ടുപേരും കേളഭവാടി പ്രദേശത്ത് എത്തുകയും ഈ ബലേഷ് കുമാറും അതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും കണ്ടുമുട്ടിയ സമയം ബലേഷ് കുമാർ അവരോട് പറയുകയാണ്, ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ആ ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് കിടക്കാൻ പറയുകയാണ്. ഇത് കേട്ട രാഹുലും സോനുവും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ആ പൂജിച്ച വെള്ളം എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ബലേഷ് കുമാർ പറഞ്ഞത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക, അധികം വൈകാതെ തന്നെ ഞാൻ ആ ജലവുമായി വരാം, ഇതിനിടയിൽ അത് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നെല്ലാം പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുകയാണ്. ഇവരങ്ങനെ ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് കിടക്കുന്ന സമയം അയാൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചു വരികയാണ്.
തിരിച്ചു വന്നിട്ട് ഇവരുടെ ദേഹത്തേക്ക് ഒരു പാനീയ തളിക്കുകയാണ്. ഇവരുടെ ദേഹത്തും ഒപ്പം തന്നെ വായിലും ഈ കണ്ണുകളിലും എല്ലായിടത്തും തന്നെ ഒരു ദ്രാവകം തളിക്കുകയാണ്. ആ ദ്രാവകം തളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാഹുലിനും സോനുവിനും വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അയാൾ അപ്പോൾ തളിച്ചത് ഏതാണ്ട് 50 കുപ്പിയോളം ഫെവിക്വിക്ക് ഒരു വലിയ കുപ്പിയിലേക്ക് മാറ്റിയതിനു ശേഷം അതായിരുന്നു അയാൾ അവരുടെ ദേഹത്തും വായിലും കണ്ണിലുമെല്ലാം തളിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി തന്നെ ഈ ഫെവിക്വിക്ക് എന്ന് പറയുന്ന സാധനം എടുത്ത് നമ്മുടെ കയ്യിലായാൽ ഒരു പക്ഷേ ബ്ലേഡ് കൊണ്ട് കണ്ടിച്ച് കളയേണ്ട അവസ്ഥ വരെ നമുക്ക് വരാറുണ്ട്. 3-4 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ കൈകളൊക്കെ ഒട്ടിപ്പിടിക്കാൻ മാത്രം ശക്തിയാണ് ഈ ഫെവിക്വിക്ക്. അപ്പോൾ ഈ 50 പാക്കറ്റ് ഫെവിക്വിക്ക് എന്ന് പറയുന്നത് എത്രമാത്രം അളവുണ്ടായിരിക്കുമെന്നും അവരുടെ ദേഹത്തിൽ വീണപ്പോൾ അവരനുഭവിച്ച വേദന എത്രത്തോളം ആയിരിക്കുമെന്നും നമുക്ക് ചെറുതായിട്ടെങ്കിലും ഊഹിക്കാൻ സാധിക്കും. അവരുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയും വായ്കൾ തുറക്കാൻ പറ്റാത്ത വിധം, അതായത് ഒന്ന് ഉറക്കെ കരയാൻ പറ്റാത്ത വിധം അവരുടെ മുഖമെല്ലാം വികൃതമാവുകയും അതുമാത്രമല്ല അവരുടെ ദേഹത്തിലേക്ക് ഇത്തരത്തിൽ തളിച്ചതിലൂടെ അവരുടെ ദേഹം ഒന്നായി മാറുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല ഇവരുടെ രണ്ടുപേരുടെയും ജനനേന്ദ്രിയ ഭാഗത്തുകൂടി ഇയാൾ ഈ ദ്രാവകം തളിച്ചിരുന്നു. ഇതിനോടകം തന്നെ താങ്കളെ ട്രാപ്പിലാക്കിയതാണെന്ന് മനസ്സിലാക്കിയ സോനുവും രാഹുലും പരസ്പരം വിടിയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ തോലുകളെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. ഈ സമയം തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അയാൾ രാഹുലിൻ്റെ ജനനേന്ദ്രിയം മുറിക്കുകയും അതുമാത്രമല്ല സോനുവിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയുമാണ്. കൂടാതെ അവരുടെ ശരീരങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് ഇയാൾ വലിയ മുറിവുകൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ടും കലിയടങ്ങാത്ത അയാൾ സമീപത്ത് കിടന്നിരുന്ന വലിയ കല്ലുകൾ എടുത്ത് ഇവരുടെ രണ്ടുപേരുടെ തലയ്ക്കും ഇടുകയാണ്. എത്രമാത്രം ക്രൂരമായിട്ടാണ് ആ മനുഷ്യൻ ഈ രണ്ടുപേരോട് പെരുമാറിയെന്ന് ഓർക്കുക. ഇവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ലോകത്ത് ആരും ചിന്തിക്കാത്ത അത്രയും ക്രൂരമായിട്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് പറയുന്ന ഈ നിമിഷം പോലും എനിക്കും വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. കുറച്ചു നേരത്തെ അയാളുടെ കാത്തിരിപ്പിന് ശേഷം അയാൾ ആഗ്രഹിച്ച കാര്യം അവിടെ സംഭവിക്കുകയാണ്. അതായത് രാഹുലും സോനുവും മരണപ്പെടുകയാണ്. പിന്നീട് 3 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 18-ാം തീയതിയാണ് ഇതിനെക്കുറിച്ച് പുറം ലോകമെല്ലാം അറിയുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം എന്തിനാണ് നടത്തിയെന്ന പോലീസിന്റെ ചോദ്യത്തിന് അയാൾ പറഞ്ഞത് തൻ്റെ പേര് നാട്ടുകാരുടെ മുൻപിൽ ചീത്തയാവുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ എത്ര ക്രൂരമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഈ ബലേഷ് കുമാറിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയുള്ള അയാളുടെ ജീവിതം എപ്പോഴും ജയിലഴികളിൽ തന്നെയായിരിക്കും. ഈ കേസിന്റെ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫൈനലായിട്ടുള്ള വിധി വന്നിട്ടില്ല. ഇയാൾക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതേ രീതിയിൽ തന്നെ രാഹുലും സോനുവും ചെയ്തത് ശരിയാണോ എന്നുകൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ചാനലിൽ ഇനി ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ട്രൂ ക്രൈം സ്റ്റോറീസ് വരുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിലുള്ള ക്രൈം ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ആക്കാനും മറക്കരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും കൂടി തന്നാൽ കൂടുതൽ പേരിലേക്ക് വീഡിയോ റെക്കമെൻഡായി പോകുമെന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരിക്കൽ കൂടി ബൈ.